പാർട്ട് എ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തിയറി പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഡെഫിനിഷൻസ്, വേണ്ട PDFs എല്ലാം ഡ്രൈവ് ലിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ബാലൻസിങ്, ഡൈനാമിക് ബാലൻസിങ്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അക്സലറേഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 4 പടം, മാഗ്നിറ്റ്യൂഡിൻ്റെ അതായത് കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അക്സലറേഷൻ A⁻C എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനെ = എന്നുള്ള ഒരു ഇക്വേഷൻ അതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത് തിയറി പാർട്ടിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്, മോഡ്യൂൾ വൈസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഇനിയിപ്പം പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ ഏറ്റവും താഴേന്ന് വരാം. മോഡ്യൂൾ 5 നിന്ന് 2 ക്വസ്റ്റ്യൻ, ഓർ എ ഓർ ബി. അതിൻ്റെ അകത്ത് ഓർ ബി എന്താണ് എപ്പോഴും ചോദിക്കുന്ന പോലെ റെസിപ്രോക്കേറ്റിംഗ് മാസസ്, അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, അതല്ലാതെ തിയറി ആയിട്ട് ടേം ഡൈനാമിക് ബാലൻസിങ് എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ സ്റ്റാറ്റിക് ബാലൻസിങ്, ഡൈനാമിക് ബാലൻസിങ് നോക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഡൈനാമിക് ബാലൻസിങ്ങിൻ്റെ എടുത്ത് എഴുതുക. ഓക്കെ, സപ്പോസ് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചത് നോക്കാം. നമ്മൾ ഓർ എ പഠിച്ചു. ഓർ എ എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് പാർഷ്യൽ ബാലൻസിങ് ഇൻ ലോക്കോമോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ തിയറി പാർട്ടിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. കൊമ്പം ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യപ്പെട്ട PDFs കാര്യങ്ങളും ഡ്രൈവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ശരി, പ്രോബ്ലം എന്തോന്നാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ജസ്റ്റ് 6 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. 4 masses M1, M2, M3 ആൻഡ് M4, 200 കിലോഗ്രാം, 300 കിലോഗ്രാം, 240, 260 അതെല്ലാം തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ 4 റേഡിയസും തന്നിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ സക്സസീവ് മാസ് 45 ഡിഗ്രി, 75 ഡിഗ്രി, 135 ഡിഗ്രി. ഓരോ ആംഗിൾ തമ്മിലുള്ള ഇതാണ്. അതായത് A-ന്ന് B 45 ആണെങ്കിൽ B-ന്ന് C 75, C-ന്ന് D 135 എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് ശരി. ഇനിയിപ്പം റേഡിയസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെമോ ക്വസ്റ്റ്യനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ, സെയിം പ്ലെയിനിൻ്റെ, ഇത് സെയിം പ്ലെയിനിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, സെയിം പ്ലെയിനിൽ നിന്നുള്ള ചോദ്യമാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? മാസ്, റേഡിയസ്, പിന്നെ Fc/ω², അതായത് ഫോഴ്സ്. മാസും റേഡിയസും വെച്ചിട്ട് നമുക്ക് ഫോഴ്സിൻ്റെ ആ ഒരു സംഭവങ്ങൾ കിട്ടും. ഫോഴ്സിൻ്റെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് വെച്ച് നമ്മൾ വരയ്ക്കുക. സ്പേസ് ഡയഗ്രാം ആദ്യം നമ്മൾ വരയ്ക്കുമല്ലോ. സ്പേസ് ഡയഗ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വരയ്ക്കാൻ നേരത്ത് നമുക്ക് അവസാനം കുറച്ച് സംഭവങ്ങൾ മിച്ചം വരും. ആ മിച്ചം വരുന്നതാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? നമ്മുടെ സിസ്റ്റം ബാലൻസ്ഡ് അല്ല, ബാലൻസ്ഡ് ആക്കണമെങ്കിൽ കുറച്ച് മിച്ചം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് പോളിഗണിൽ കുറച്ച് മിച്ചം വരും. ആ മിച്ചം വരുന്നതിന് നമ്മൾ MR ആയിട്ട് എടുത്തു. അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ 0.2 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ MR എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് നിന്ന് R നമുക്ക് കൊടുത്തു. അപ്പം M എന്നുള്ള സംഭവം നമുക്ക് കിട്ടും. അതാണ് എന്തോന്ന് മാസ്. പിന്നെ ആംഗിൾ കിട്ടിയതിന് നമ്മൾ എടുത്ത് കൊണ്ടുപോയി വരയ്ക്കത്തില്ലേ, സ്പേസ് ഡയഗ്രാമിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആംഗിളും കിട്ടും. എന്നിട്ട് നമ്മൾ പറയുക പ്ലെയിൻ Aന്ന് നമ്മളിങ്ങനെ എന്നാ പറയുന്നത്, ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ നമ്മൾ മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇത്ര കിട്ടും എന്നുള്ള രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആംഗിളുമായി മാസുമായി. ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡെമോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. അപ്പം സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട സ്കെയിൽ എടുക്കേണ്ടതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തത് ഫോർത്ത് മോഡ്യൂളിൻ്റെ അകത്ത് സിംഗിൾ സ്ലൈഡർ ടാങ്ക് മെക്കാനിസം. ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ എന്താണ് ഗൈറോസ്കോപ്പിൽ നിന്ന് ചോദ്യം വരും, പിന്നെ നമ്മൾ പഠിച്ച ചോദ്യവും വരും. നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കിൽ നിന്ന് എന്താണെന്നാണ് വന്നിരിക്കുന്നത്, ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഗൈറോസ്കോപ്പിനെ പറ്റിയാണ്, എയർക്രാഫ്റ്റിൻ്റെ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ശരി, അതിനുശേഷം തിയറി ആയിട്ട് ചോദിച്ചിരിക്കുന്ന സബ് ക്വസ്റ്റ്യന് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ സീ വെസൽസ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 എണ്ണം പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ട് കൊമ്പനായിട്ടുള്ള സീ വെസൽ, എയർക്രാഫ്റ്റ്, പിന്നെ 2 വീലർ, 4 വീലർ. അതിനകത്ത് നിന്ന് സീ വെസലും എയർക്രാഫ്റ്റാണ് മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സീ വെസൽ ചോദിച്ചു, അത് നമ്മൾ പഠിച്ചു വെക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കുക. ഇനി നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്നത് 17ൻ്റെ Aയും Bയും. അതിൻ്റെ അത് B, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ ബോഡി ടു ബി ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് 2 ഫോഴ്സ്, 3 ഫോഴ്സ് ആൻഡ് 2 ഫോഴ്സ് ആൻഡ് എ ടോർക്ക്. ഇത് വന്നിട്ട് ഇതിൻ്റെ PDF ഞാൻ തിയറി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് നോക്കുക, ഡ്രൈവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അത് പഠിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് ചെയ്യാം. ശരി, ഈ കണക്ക് നോക്കിക്കേ. 17ൻ്റെ A എങ്ങനെയാണ് വന്നിരിക്കുന്നത്? A single slider tank mechanism with the following dimensions is acted upon by a force 2 kilonewton എന്ന് പറഞ്ഞാൽ കിലോന്യൂട്ടണിനെ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? × 1000 ചെയ്യണം. അപ്പം 2 കിലോന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 2 × 1000 ചെയ്യുമ്പം എത്ര വരും?
2000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാമല്ലോ. ഇനിയിപ്പം ഇതിനകത്ത് എങ്ങനെയാണ് OA എന്ന് പറയുന്നത് 100 mm ആണ്. അപ്പോൾ OA 100 mm, AB എന്ന് പറയുന്നത് 450 mm. അത് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നമ്മൾ ടേക്കിംഗ് AB ആസ് 450 mm എന്ന് പറഞ്ഞ എല്ലാം കൊടുത്തിട്ട് നമ്മൾ എടുക്കുക. അവർ M എന്ന് പറഞ്ഞാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരത്തില്ല, എല്ലാം ഒരേപോലെ വരത്തുള്ളൂ. ഓക്കെ, OAB എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പം ഇതിനകത്ത് കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇത് എങ്ങനെ വരയ്ക്കുമെന്നല്ലേ, നിങ്ങൾ Aയിൽ കുത്തിക്കൊണ്ട് തന്നെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചേക്കല്ലേ, ഇങ്ങനെ വരയ്ക്കല്ലേ. ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ബാക്കി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ബാക്കി മൊത്തം വരച്ചാലും മതി. അല്ലെങ്കിൽ എന്തോന്ന് ചെയ്യുക, ഇങ്ങനെ വല്ലൊരു പോയിന്റ് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് 120 ഡിഗ്രി ഇവിടെ ആയിട്ട് വരുമെങ്കിൽ ഇവിടെ ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ പോകുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് എന്തോന്ന് ചെയ്യുക, ഇവിടെ നിന്ന് ഇത് എത്രയാണ്, ഇത് 100 mm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 cm ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ 50 mm എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 cm വരും അല്ലേ. അപ്പം ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇതും അങ്ങോട്ട് എത്ര വരും? AB എന്ന് പറയുന്നത് 450 mm. 450 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പോൾ 9 cm വരും. ഇപ്പോൾ 9 cm എടുക്കുക. അവിടെ ലൈൻ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് 9 ഈ ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ ഞാൻ 1 cm ഈക്വൽ ടു 50 mm എടുത്തു. 100 mm എന്നും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അപ്പോൾ ഇവിടെ 1 cm വരത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് 9 cm ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് ഇതും കൂടെ കൂട്ടിമുട്ടിക്കുന്നതാണ് എന്തോന്ന്, ഇതും കൂടെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഗറേഷൻ ഡയഗ്രാം കിട്ടി. ഓക്കെ, ന്യൂട്ടണിൽ കിട്ടുന്നതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോ ന്യൂട്ടണിലേക്ക് മാറും. ഓക്കെ, ശരി. അപ്പം 4th മോഡൽ അത്രേ ഉള്ളൂ. ജസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക, നോർമലി വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കുക. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരേ ചോദ്യം തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. 3rd മോഡ്യൂൾ നോക്കിക്കേ. 3rd മോഡ്യൂളിൽ നിന്ന് ORB എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്, സിന്തസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് ഫ്രൂഡൻസ്റ്റൈൻ ഇക്വേഷൻ, അത് നമ്മൾ തിയറി പാർട്ടി പറയുന്നുണ്ട്, ഡ്രൈവ് ലിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്രൂഡൻസ്റ്റൈൻ ഇക്വേഷൻ അത് നോക്കി അത് എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ മോഡ്യൂൾ 3-ക്കകത്ത് നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഇത് നമുക്ക് ചെയ്യാം. ഫ്രിക്ഷൻ ലെസ് ഗിയർ ട്രെയിൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രിക്ഷൻ കണക്കാക്കണ്ട, അല്ല ഇല്ല. ലെഫ്റ്റ് മോസ്റ്റ് 12, അതായത് കണ്ടവരിങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ, എന്തോന്നാണ് ഇതൊരു ഷാഫ്റ്റ്, ഇതിലിങ്ങനെ ഒരു ഗിയർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം അടുത്തൊരു ഷാഫ്റ്റ്, അതിലിങ്ങനെ ഒരെണ്ണം മെഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ഗിയർ, ഇതൊരു കോമ്പൗണ്ടാണ്. അപ്പം അതിനുശേഷം മൂന്നാമത്തെ ഒരു ഷാഫ്റ്റ്, അതിൽ നിന്ന് ഇതിങ്ങനെ മെഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെഷ് ചെയ്തു, ഇവിടെ മെഷ് ചെയ്തു, 2 മെഷീൻ. അപ്പോൾ നമ്മൾ ഇതിനെ T1 ആയിട്ട് എടുത്തു, T2 ആയിട്ട് എടുത്തു, T3 ആയിട്ട് എടുത്തു, T4 ആയിട്ട് എടുത്തു. തന്നിട്ടുണ്ട് അവർ. അപ്പം ഇതിൻ്റെ അകത്ത് ടോർക്ക് എന്ന് പറയുന്ന സാധനം, ഇതിലെ ടോർക്ക് എന്ന് പറയുന്ന ടോർക്ക് ഇൻ എന്ന് പറയുന്നത്, ടോർക്ക് ഇൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, അതായത് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു, അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങും. അപ്പോൾ ഇതെങ്ങനെ കറങ്ങും? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും. ഓക്കെ, എന്നതാണ് മനസ്സിലായി? 3 ഷാഫ്റ്റ് ഉണ്ട്. ഇതിലൊരു ഗിയർ, ഇതിലൊരു ഗിയർ, ഇതൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിൽ 2 ഗിയർ, ഈ ഷാഫ്റ്റിൽ 2 ഗിയർ, ഇതിലൊരു ഗിയർ, അങ്ങനെ 3 ഷാഫ്റ്റ്, 1 2 3 4, മൊത്തം 4 ഗിയർ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ T1 കൊടുത്ത്, T2 കൊടുത്ത്, T3 കൊടുത്ത്, T4 കൊടുത്തു. ശരി, ഇനിയിപ്പം അവരെന്നാ ചോദിച്ചിരിക്കുന്നത്? ടോർക്ക് ഇൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ടോർക്ക് ഇൻ എന്ന് പറയുന്നത് 100 Nm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോർക്ക് ഔട്ട് എത്രയാണെന്ന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ടോർക്ക് ഔട്ട്പുട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പം എല്ലാത്തിൻ്റെ പല്ല് എത്രയാണ്? T1 എത്രയാണ്? T1 എന്ന് പറയുന്നത് 12. ഓക്കെ, T2 എന്ന് പറയുന്നത് 48. ഓക്കെ, T3 എന്ന് പറയുന്നത് 12. ഓക്കെ, T4 എന്ന് പറയുന്നത് 60 ടീത്താണുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതറിയാം. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ടോർക്ക് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കുക. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്പീഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ടോർക്ക് ഇൻ ബൈ ടോർക്ക് ഔട്ട്. സ്പീഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഡ്രിവൺ ബൈ
പ്രോഡക്റ്റ് ഓഫ് ഡ്രൈവർ. പുരിഞ്ചതാ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കറക്കുന്ന ആൾ. ഓക്കെ. ഡ്രിവൺ എന്ന് പറഞ്ഞാൽ കറക്കപ്പെടുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പം സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കുക. സ്പീഡ് റേഷ്യോ വെച്ചിട്ട് T/T ഔട്ട് കൊടുക്കുക. ടീന് നമുക്കറിയാം, അപ്പോൾ T ഔട്ട് കിട്ടും. അപ്പോൾ സംഭവം കത്തിയില്ല എങ്ങനെയാണ്. ശരി, ഇനിയിപ്പോൾ സ്പീഡ് റേഷ്യോ എങ്ങനെയാണ് കണ്ടു? പ്രോഡക്റ്റ് ഓഫ് ഡ്രിവൺ. പ്രോഡക്റ്റ് ഓഫ് ഡ്രിവൺ എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് ഡ്രൈവർ ഏതൊക്കെയാ? ഇതിനകത്ത് ഡ്രൈവർ ഗിയർ ഏതൊക്കെയാ? ഇത് ഡ്രൈവറാണ്. അതുപോലെ ഇതും ഡ്രൈവറാണ്. ഓക്കെ, ഇത് ഡ്രിവൺ ആണ്. ഓക്കെ, ഇതും ഡ്രിവൺ ആണ്. ഓക്കെ അല്ലേ? ഇത് കറക്കുന്നു, ഇത് കറക്കപ്പെടുന്നു. അപ്പം സ്പീഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു എത്ര വരും? പ്രൊഡക്റ്റ് ഓഫ് ഡ്രിവൺ. ഡ്രിവൺ എന്ന് പറയുമ്പം ഇതും ഇതുമാണ് ഡ്രിവൺ. അപ്പം T2 × T4 ബൈ T1 × T3. സ്പീഡ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഡ്രൈവർ. ഇത് രണ്ടെണ്ണത്തിലെ കറക്കുന്ന ആൾക്കാർ. അപ്പം T1 × T3 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? T2 എന്ന് പറയുന്നത് എത്രയാണ്? 48 × 60 ബൈ T1 12 × 12 എത്ര വരും? 48 × 60 ബൈ 12 × 12 എത്ര വരും? 20 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ സ്പീഡ് റേഷ്യോ എത്രയെന്ന് കിട്ടി? 20 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഇവിടെ എടുത്തിട്ട് കൊടുക്കാം. ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 20 ഇസ് ഈക്വൽ ടു T എത്രയാണ്? 100 Nm ബൈ T ഔട്ട്. T ഔട്ട് അറിയത്തില്ല, അതിൽ നിന്ന് നമുക്ക് T ഔട്ട് കണ്ടുപിടിച്ചൂടെ? ടോർക്ക് ഔട്ട് എന്ന് പറയുന്നത് എത്ര വരും? 100 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞു വരുമ്പോൾ 5 വരുമായിരിക്കും. 5 Nm ആണ് ഔട്ട്പുട്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു 2 ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഡ്രിവൺ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡ്രൈവർ ആണ്. അതിൻ്റെ അകത്ത് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കറക്കുന്ന ആള്, ഡ്രിവൺ എന്ന് പറഞ്ഞാൽ കറക്കപ്പെടുന്ന ഗിയർ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊന്നും ചെയ്തു, അത് വെച്ച് സ്പീഡ് റേഷ്യോ കണ്ടുപിടിച്ചു. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ T/T ഔട്ട് ആണ്. അപ്പം 20 = T നമുക്കറിയാം 100 എന്ന് പറഞ്ഞ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. T ഔട്ട് അങ്ങനെ കണ്ടുപിടിച്ചു 5 Nm. അപ്പം ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഔട്ട്പുട്ട് ടോർക്ക് എന്നാണ്. ഔട്ട്പുട്ട് ടോർക്ക് എന്ന് പറയുന്നത് 5 Nm ആണ്. അത്രേ ഉള്ളൂ, ജോലി മുടിഞ്ച്. ശരി, അപ്പം അതാണ് തേർഡ് മോഡ്യൂളിലേത്. ഇനിയിപ്പോൾ അടുത്തത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ നിന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതെങ്ങനെ ചെയ്യാം? ഞാൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. ഫിഗർ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? സെൻറ്റർ അതിലൊരു ഗിയർ വന്നിട്ടുണ്ട്, അത് വേറൊരു ഗിയറിലുണ്ട്, പിന്നെ അത് ഇങ്ങനെ ഇരിക്കണം. ഫിക്സഡ് ആണെന്ന് പോലും, ഇതും ഫിക്സഡ് ആണ് പോലും, പിന്നെ ഇവിടെ ഒരു ആമുണ്ട് പോലും. ഓക്കെ, ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് A എന്ന് പറഞ്ഞ ഗിയർ, ഇത് B എന്ന് പറഞ്ഞ ഗിയർ, ഇത് C എന്ന് പറഞ്ഞ ഗിയർ, ഇത് D എന്ന് പറഞ്ഞ ഗിയർ. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ പറയാം. നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ A. ഗിവൺ ഡേറ്റ് എടുത്ത് എഴുതുക. T A എന്ന് പറയുന്നത് 20, TB എന്ന് പറയുന്നത് 30, TD എന്ന് പറയുന്നത് 20. ഇപ്പോൾ ഇടയ്ക്ക് C എവിടെ? അപ്പം TC, ഗിയർ C ഹാസ് 80 ടീത്ത് ഓൺ ദ ഇന്നർ സർഫേസ്. അപ്പം TCയുടെ ഇന്നർ എന്ന് പറയുന്നത് എത്രയാണ്? 80 ടീത്ത്. 100 ടീത്ത് ഓൺ ദ ഔട്ടർ സർഫേസ്. അപ്പോൾ TCയുടെ ഔട്ടർ എന്ന് പറയുന്നത് 100. ഓക്കെ, അത് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആം AB ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 0. ആം AB ഫിക്സഡ് എന്ന് പറയുമ്പോൾ 0. നമ്മുടെ ഭാഷയിൽ നമ്മൾ എഴുതിക്കണം. AB ഫിക്സഡ് എന്ന് പറയുമ്പോൾ 0. ആൻഡ് ഗിയർ A എന്ന് പറയുമ്പം NF അറ്റ് 300 RPM എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് വൈസ്. അപ്പം നമുക്കിവിടെ എടുക്കാം. നമ്മൾ ക്ലോക്ക് വൈസിനെ പോസിറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസിനെ കൗണ്ടർ ക്ലോക്ക് വൈസിനെ നെഗറ്റീവ് എന്നും എടുത്തു. ക്ലോക്ക് അപ്പം 300 RPM ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലേ? ഇങ്ങനെ തന്നെ വരും. ദെൻ വാട്ട് ഈസ് RPM ഓഫ് ഗിയർ D? അപ്പോൾ ND ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് കണ്ടീഷൻ.
ഇതാണ് കണ്ടീഷൻ, മറ്റൊരു കണ്ടീഷനേ ഉള്ളൂ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇനി ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു ഗിയർ, ഇതിന് എക്സ്റ്റേണൽ ടീത്താണ് ഉള്ളത് 20. ബി എന്ന് പറയുന്ന ഗിയർ, ഇതിന് എക്സ്റ്റേണൽ ടീത്താണ് ഉള്ളത് 30. സി എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമായിട്ട് വരച്ചിട്ടില്ല, ഇത് ഒറ്റ ഗിയറാണ്. ഒരു പല്ല്, അതിൻ്റെ അകത്തെ പല്ലും പുറത്തെ പല്ലിനെയാണ് ഇവരിങ്ങനെ ഒറ്റ ഇതായിട്ട് വരച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഗിയർ സി എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം ഒന്നാണ്. സിക്ക് അകത്തെ ഇൻറ്റേർണൽ ടീത്താണ് എത്ര? 80. ഇവിടെ ഉള്ളത് 80ഉം പുറത്തുള്ളത് 100 ഔട്ടർ. പിന്നെ ഡി എന്ന് പറയുന്ന ഒരെണ്ണം ഗിയർ ഉണ്ട്, അതിന് പുറത്താണ് പല്ല് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാര്യം മനസ്സിലായി എങ്ങനെയാണ്? ശരി, ഇനിയിപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാം? ആദ്യം ബോക്സ് വരയ്ക്കുന്നു. സ്റ്റെപ്പ് നമ്പർ കണ്ടീഷൻ ഓഫ് മോഷൻ. ഓക്കെ, സ്പീഡ് ഓഫ് ആം എ ബി എന്ന് പറയുന്നത് NAB. ഓക്കെ, സ്പീഡ് ഓഫ് ഗിയർ എ എന്ന് പറയുന്നത് NA. സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറയുന്നത് NB. സ്പീഡ് ഓഫ് ഗിയർ സി എന്ന് പറയുന്നത് NC. സ്പീഡ് ഓഫ് ഗിയർ ഡി എന്ന് പറയുന്നത് ND. ഓക്കെ, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. കണ്ടീഷൻ ഓഫ് മോഷൻ, ആം ഫിക്സഡ് ആണ്. +1 റെവല്യൂഷൻ ടു ആമിന് തൊട്ടിപ്പുറം എഴുതിയിരിക്കുന്നത് ഗിയർ എ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ 0, ഗിയർ എക്ക് +1 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ +1. അത് ഞാൻ പ്ലസിനെ ഞാൻ ക്ലോക്ക് വൈസ് ഒന്നും മൈനസിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഒന്നും എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അടുത്ത കണ്ടീഷനും കൂടെ എഴുതിയേക്കാന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. സ്പീഡ് ഓഫ് ഗിയർ ബി, അപ്പം NB ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ ആയിട്ട് എഴുതാം. NB = NB/NA എന്ന് പറയുന്നത് ആ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? NB/NA = TA. ഇതും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. ഓക്കെ, TB എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ അകത്ത് NB മാത്രം എടുക്കുമ്പോൾ × NA അപ്പുറം പോകും. അപ്പോൾ NB = TA/TB × NA എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് NA നമ്മൾ 1 കൊടുത്തു, ഇപ്പോൾ TA/TB എന്ന് പറഞ്ഞ് വരും. TA/TB എന്ന് പറഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊടുക്കണ്ടേ? ഓക്കെ, സ്പീഡ് ഓഫ് ഗിയർ എനെ നമ്മൾ ക്ലോക്ക് വൈസ്, പ്ലസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് +1 ഇങ്ങനെ കറക്കി. അപ്പോൾ ബി എങ്ങനെ കറങ്ങും? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ മൈനസ് അല്ലേ, അപ്പോൾ -TA/TB എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പം സ്പീഡ് ഓഫ് സി NC, അതിനെങ്ങനെ? അപ്പം അടുത്ത് എഴുതുക. അടുത്ത എന്താണ്? NC = NC ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? ബിയുമായിട്ട് അല്ലേ? അപ്പം അങ്ങനെ എഴുതുക. NC/NB = TB/TC. ശരിയല്ലേ? TC. ഇനി ഇതിൻ്റെ അകത്ത് ഈ TC എന്ന് പറയുന്നത് ഇന്നും ഉണ്ട് ഔട്ടും ഉണ്ട്. നമുക്കിവിടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നിൻ്റെ കാര്യമാണ്, നമ്മൾ പുറത്തേക്ക് പോയില്ല, ഇന്നിൻ്റെ കാര്യമാണ് എടുത്തിരിക്കുന്നത്. അപ്പം TC ഇൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പം ഈ NB ഇപ്പുറം പോകുമ്പോൾ ×NB എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ശരി. ഇനിയിപ്പോൾ NBയുടെ ഇക്വേഷൻ എന്തോന്നാണ്? TB/TC in × NB എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ഇക്വേഷൻ എന്തോന്നാണ്? TA/TB ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ നമ്മൾ എഴുതിയത് ശരിയാണെങ്കിൽ ഇതും വെട്ടിപ്പോയി. TA/TC in എന്ന് പറഞ്ഞ് വരും. അതാണിത്. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതുക TA/TC in. ഓക്കെ, ഇനിയിപ്പോൾ ഡയറക്ഷൻ എങ്ങനെ വരും? ഡയറക്ഷൻ ഇപ്പം A ഇങ്ങനെ കറങ്ങി, B ഇങ്ങനെ കറങ്ങി. ഇപ്പം B ആൻറ്റി ക്ലോക്ക് വൈസിൽ നിൽക്കുക. അപ്പം ഇത് ഇൻറ്റേർണൽ ടീത്താണ്. അപ്പം C എന്ന് പറയുന്ന സാധനം എങ്ങനെ കറങ്ങും? അതും ആ ഡയറക്ഷനിൽ തന്നെ കറങ്ങും. അപ്പം ഇതിനും മൈനസ് തന്നെ കൊടുത്തു. ഓക്കെ അല്ലേ? ശരി, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത ഗിയർ എന്ന് പറയുന്നത് ND. അപ്പം നമ്മൾ അടുത്ത എന്തോന്ന് എഴുതണം? അടുത്ത എന്തോന്ന് പറഞ്ഞ് എഴുതണം? ND എന്ന് പറഞ്ഞ് എഴുതണം. ND/D ആരെയാ തൊട്ടുകൊണ്ടിരിക്കുന്നത്? C. NC എന്ന് പറഞ്ഞ് കൊടുത്തു. = TC/TD എന്നല്ലേ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് NC എന്ന് പറയുന്നത് ഇപ്പുറം പോകും, NC. ഓക്കെ, ഈ TC എന്ന് പറയുന്നത് ഏത് C ആണ്? ഇന്നാണോ ഔട്ടാണോ? ഡീൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഡി ഔട്ടിലേക്കായിട്ട് ഇത് ഔട്ടിൽ വേണം എഴുതാൻ. അപ്പം TC ഔട്ട് എന്ന് പറഞ്ഞ് എടുക്കും. ഓക്കെ, ഇനി NCയുടെ ഇക്വേഷൻ എന്തോന്നാണ്? TA/TC in എന്നാണ് വരുന്നത് NCയുടെ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ എഴുതും?
എൻ ഡി ഇസ് ഈക്വൽ ടു ടി സി ഔട്ട് ബൈ ടി ഡി ഇൻറ്റു എൻ സി എന്ന് പറയുന്നത് ടി എ ബൈ ടി സി ഇൻ. ഇത് വെട്ടിക്കളയാൻ പറ്റില്ല, കാരണം ഇതൊരു വാല്യൂ ആണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വരും. ഓക്കെ, അപ്പോൾ എൻ ഡിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ അതിനങ്ങനെ എടുത്ത് എഴുതുക. എന്താണ് ടി സി ഔട്ട് ഇൻറ്റു ടി എ ബൈ ടി ഡി ഇൻറ്റു ടി സി ഇൻ. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് നീങ്ങുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടും. ഇത്ര ഇതിനകത്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പം ആം ഫിക്സഡ് +1 റെവല്യൂഷൻ ഇല്ലേ, ഇനിയിപ്പം ആം ഫിക്സഡ് +6 എന്ന് കൊടുക്കുക. റെവല്യൂഷൻ 2 സ്പീഡിൻ്റെ അപ്പുറത്ത് സെയിം തന്നെ ഗിയർ എ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് 0, ഇത് +6 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം -x ടി എ ബൈ ടി ബി എന്ന് പറഞ്ഞു വന്നു. ഇതോ -x ടി എ ബൈ ടി സി ഇൻ എന്ന് പറഞ്ഞു വന്നു. ഇതോ x അത് +x ഇൻറ്റു ടി സി ഔട്ട് ഇൻറ്റു ടി എ ബൈ ടി ഡി ഇൻറ്റു ടി സി ഐ എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊന്നതാണ് ആഡ് y to all elements എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം എന്തോന്ന് ചെയ്തു? +y ഇവിടെ +y ഇവിടെ +y ഇവിടെ +y ഇവിടെ +y എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഫൈനൽ ഇക്വേഷൻസ് ടോട്ടൽ മോഷൻ എന്ന് പറഞ്ഞ് വരും. അപ്പം ഇത് y തന്നെ, ഇത് x + y, ഇതോ -x ടി എ ബൈ ടി ബി +y എന്ന് പറഞ്ഞു വരും. ഇതോ -x ടി എ ബൈ ടി സി ഇൻ +y എന്ന് പറഞ്ഞു വരും. ഇതെങ്ങനെ വരും? x ഇൻറ്റു ടി സി ഔട്ട് ഇൻറ്റു ടി എ ബൈ ടി ഡി ഇൻറ്റു ടി സി ഐ പിന്നെ +y സെപ്പറേറ്റ് വരും. അപ്പം അത്ര ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനിയിപ്പോൾ അതും വെച്ചിട്ട് ഇനിയിപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്തോന്നാണ്? ആ മേ ബി ഫിക്സഡ് ആണ്. ആ മേ ബി എന്ന് പറയുമ്പോൾ ഇതാണ് y. അപ്പോൾ y = ആ മേ ബി എന്ന് പറയുമ്പം എൻ എ ബി = 0. അപ്പം എൻ എ ബി എന്ന് പറയുന്നത് y = 0 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ്? സ്പീഡ് ഓഫ് ഗിയർ എ എന്ന് പറയുന്നത് 300 RPM ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എൻ എ = 100 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എൻ എ = 300 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ എ 300. അപ്പോൾ എന്നയുടെ ഇക്വേഷൻ എന്താണ്? x + y = 300. y = 0 ആണ് നമുക്ക് കുറച്ച് മുന്നത്തെ കണ്ടീഷൻ. അപ്പോൾ x + 0 = 300. അപ്പോൾ x = 300 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാം? എൻ ഡി ആണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പീഡ് ഓഫ് ഗിയർ ഡി. അപ്പോൾ ഡിയുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തോന്നാണ്? എൻ ഡി = x ഇൻറ്റു ടി സി ഔട്ട് ഇൻറ്റു ടി എ ബൈ ടി ഡി ഇൻറ്റു ടി സി ഇൻ +y എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പം എക്സ് എന്ന് പറയുന്ന സാധനം എത്രയാണ്? എക്സ് എന്ന് പറയുന്ന സാധനം 300 ഇൻറ്റു ടി സി ഔട്ട് എന്ന് പറയുന്ന സാധനം എത്രയാണ്? 100. ടി സി ഔട്ട് എന്ന് പറയുന്നത് 100 ഇൻറ്റു ടി എ എന്ന് പറയുന്നത് 20 ബൈ ടി ഡി എന്ന് പറയുന്നത് 20 ഇൻറ്റു ടി സി ഇൻ എന്ന് പറയുന്നത് 80 പ്ലസ് y എന്ന് പറയുന്നത് 0. അപ്പോൾ എത്ര കിട്ടും? എൻ ഡി. അപ്പം എൻ ഡി = ഡയറക്റ്റ് തന്നെ കൊടുക്കുക. ഓക്കെ, കാൽക്കുലേറ്ററിൽ എങ്ങനെ അടിക്കാം? ഇത് കൊടുക്കുക 300 ഇൻറ്റു 100 ഇൻറ്റു 20 കൊടുത്തു, താഴെ 20 ഇൻറ്റു 80 കൊടുത്തു, ഇപ്പുറം പ്ലസ് അടിച്ച് 0 കൊടുത്തു, =375 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എന്തോന്നാണ്? 375 ആണ് എന്തോന്ന്? RPM. അപ്പം പോസിറ്റീവിലല്ലേ കിട്ടിയിരിക്കുന്നത്? അതിനർത്ഥം എന്തോന്നാണ്? സ്പീഡ് ഓഫ് ഗിയർ
D is 375 RPM in clockwise direction. ഓക്കെ അല്ലേ? അതാണ് ഉത്തരം. അത്രേ ഉള്ളൂ. ശരിയാണോ നോക്കിക്കേ. എ ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ബി ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങും. സി എന്ന് പറയുന്ന സാധനം ആൻറ്റി ക്ലോക്ക് വൈസ്, കാരണം ഇന്റേണൽ ടീത്താണ്. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ കറങ്ങിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഡി എങ്ങനെ കറങ്ങും? കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഡി എങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസിൽ കറങ്ങും. അപ്പം ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പം കിട്ടിയിരിക്കുന്ന ഉത്തരം കറക്റ്റാണെന്ന് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം. സെക്കൻഡ് മോഡ്യൂൾ നോക്കാം. സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ കൊമ്പനായിട്ടുള്ള ചോദ്യം കോറിയോളിസ് ഓസിലേഷൻ അത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല അതിനങ്ങനെ എഴുതി വെച്ചിരുന്നാൽ മതി. പിന്നെ സ്കെച്ച് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് അക്സലറേഷൻ ഡയഗ്രാം ഓഫ് എ ക്യാമ്പ് ഫോളോവർ വിച്ച് മൂവ്സ് വിത്ത് സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിന് എന്തോന്ന് ചെയ്യുക നിങ്ങൾ? നോർമലി സാധാരണ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്തൊക്കെ വേണം? ഒരു സ്ട്രോക്ക് വേണം, θ O വേണം, θ D വേണം, θ R വേണം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തെന്ന് പറഞ്ഞിട്ട് എടുക്കുക, കുറച്ച് വാല്യൂസ് എടുക്കുക. ഓക്കെ, 60, 30, 60 അങ്ങനെ വല്ല എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. വിത്ത് സൈക്ലോയിഡൽ മോഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ നോർമലി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാം ചെയ്ത് ഡിവൈഡൊക്കെ ചെയ്ത് വെച്ചു. ഇപ്പോൾ സ്ട്രോക്കിനെ ഞാൻ ഒരു 50 എടുത്തു, ഒരു 60, 30, 60 എന്നുള്ള രീതിയിൽ എടുത്തു എന്ന് വിചാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ താഴെ വെലോസിറ്റി അക്സലറേഷൻ ഡയഗ്രാം ഇവർ ചോദിച്ചിരിക്കുമല്ലേ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ യൂണിഫോമായിട്ട് വരണ്ടേ. ഓരോന്നും ഓരോ രീതിയിലാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഒരു സിമ്മട്രിക്കൽ തോന്നത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 60, 30, 60 എന്നുള്ള രീതിയിൽ തന്നെ എടുത്തു. അസ്യൂം ചെയ്താൽ മതിയല്ലോ, നമ്മളോടല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി സൈക്ലോയിഡ് വരയ്ക്കാൻ സൈഡിൽ ഒരു സർക്കിൾ വരയ്ക്കണ്ടേ. അപ്പോൾ S എന്തോന്നാണ്? അല്ല, റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? S/2π ആണ്. ആ ഇക്വേഷൻ ഇട്ട് 50/2π ചെയ്യാൻ നേരത്തെ അതിൻ്റെ റേഡിയസ് കിട്ടും. അതെടുത്ത് നമ്മൾ അതിൻ്റെ അറ്റത്ത് സർക്കിൾ വരയ്ക്കുക. പിന്നെ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറ്റേതിൽ പറഞ്ഞിട്ടുണ്ട്, മോഡ്യൂൾ 2-ൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? വെലോസിറ്റി അക്സലറേഷൻ ഡയഗ്രാമും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോന്ന് ചെയ്യണം? നമ്മളിപ്പോൾ ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമായിട്ട് ഇതിനെയാണ് ഇപ്പോൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത് എന്ന് എടുക്കുക. എന്നിട്ട് ഇതിനെ കുറച്ചിങ്ങനെ നീട്ടിയും വരച്ചു. θ റിമൈനിങ് ബെല്ലായിട്ട് നമ്മൾ അതിനും എടുത്തു. എന്നിട്ട് നമ്മളിതിപ്പോൾ വരച്ചല്ലോ. സൈക്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സർക്കിൾ കാണും, അതുപോലെ തന്നെ ഇവിടെ ഒരു സർക്കിൾ കാണും. ഓക്കെ അല്ലേ? ഇതിൻ്റെ റേഡിയസ് എന്തോന്നാണ്? S/2π. ഓക്കെ അല്ലേ? ശരി, അത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനിയിപ്പോൾ അതും വെച്ചിട്ട് നമ്മളിങ്ങനെ പാരലെടുത്ത് ഇങ്ങനെ വരച്ചായിരുന്നു. അത് വെച്ച് നമ്മളിങ്ങനെ എല്ലാം മാർക്ക് ചെയ്തു. അതൊന്നും പറയേണ്ടതില്ല, പിന്നെയും അത് എഴുതി ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ശരി, ഇനിയിപ്പോൾ എന്തോന്നാണ് ചെയ്തിരിക്കുന്നത്? ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു θ O തുടങ്ങുന്ന ഈ ഒരു സ്ഥലത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, θ O അവസാനിക്കുന്ന സ്ഥലത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, θ R തുടങ്ങുന്ന സ്ഥലത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, θ R അവസാനിക്കുന്ന സ്ഥലത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് 2 ഹോറിസോണ്ടൽ ലൈൻ കൊടുക്കുക. 2 ഹോറിസോണ്ടൽ ലൈന് കൊടുത്തു. ഓക്കെ, ഇപ്പം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഹാവിങ് സൈക്ലോയിഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കയറ്റി ഇവിടെ നമ്മൾ എഴുതി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ എന്തോന്ന് എഴുതണം? വെലോസിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതണം. ഇത് അക്സലറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, ഇനിയിപ്പോൾ സൈക്ലോയിഡിൻ്റെ വെലോസിറ്റി എങ്ങനെ വരും? എങ്ങനെയായിരുന്നു? ഏതാണ്ട് ഇങ്ങനെയല്ലായിരുന്നോ? അതായത് ഇങ്ങനെ ഒരു നൈസായിട്ട് ഇങ്ങനെ ഇതായി ഇങ്ങനെ ആവും. പിന്നെ അതിനുശേഷം നിരപ്പ്, അതിനുശേഷം അതേപോലെ തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഇങ്ങനെയല്ലായിരുന്നോ? അതിനെ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് ഇതിൻ്റെ അകത്തൊരു സെൻറ്റർ പോയിന്റ് കാണത്തില്ല, ആ സെൻറ്ററിൻ്റെ അവിടെ ഏറ്റവും പീക്ക് വരുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് അതിനുശേഷം താഴ്ന്നു പോകുന്ന പോലെ വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെൻറ്റർ കാണത്തില്ലേ? ഇതിൻ്റെ ഒരു സെൻറ്റർ കാണത്തില്ല, ആ സെൻറ്ററിനെ ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ നേരത്ത് ഇതിൻ്റെ പീക്ക് അവിടെ ആ സെൻറ്ററിൽ തട്ടുന്ന പോലെയും അതിനുശേഷം ആ പീക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയും വരയ്ക്കുക. ഇനിയിപ്പോൾ അക്സലറേഷൻ ഡയഗ്രാം എങ്ങനെയായിരുന്നു? അത് മറ്റേ വേവ് ലെങ്ത് നമ്മൾ വരയ്ക്കുന്ന പോലെ ആയിരുന്നു. അപ്പം ഇതിൻ്റെ ഈ സെൻറ്റർ പോയിന്റ് ഇല്ലേ, അതിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടോളൂ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് തട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടോളൂ. അപ്പോൾ ഇവിടെ ആയിട്ട് തട്ടും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുക? കറക്റ്റ് ആ ഒരു വേവിന് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അത് കിട്ടും. തിരിച്ച് അതേപോലെ തന്നെ ഇതിനിങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇതിനാണ് 7 മാർക്ക്. സിമ്പിളായിട്ട് സ്കോർ ചെയ്യത്തില്ലേ? ഇനിയിപ്പം ORB എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഹൗ ആർ ഫോളോവേഴ്സ് ക്ലാസിഫൈഡ്? അതറിയാലോ, ആ 4 ഫോളോവർ, അത് നമ്മൾ ആ പഠിക്കുന്നതിനോട് പറഞ്ഞിട്ടുള്ളത്, അത് നോക്കുക, അത് എഴുതുക.
അതിൻ്റെ അകത്ത് റോളർ ഫോളോവറിന് എന്താണെന്ന് പറയാം, വിയർ ആൻഡ് ടിയർ ആർ ലെസ് കമ്പയർഡ് ടു നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറയാം. അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ഫോളോവറിന് വന്നിട്ട് ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് ഫ്ലാറ്റ് ഫേസ് ഫോളോവർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മിനിമം സ്ട്രെസ് കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ് ഫോളോവർ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റും കൂടെ പറയാം. ഇനി 14A, എ ക്യാം ഡ്രൈവ്സ് എ നൈഫ് എഡ്ജ് റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ ഡ്യൂറിംഗ് ഫസ്റ്റ് 120 degree ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ക്യാം ഫോളോവർ മൂവ്സ് ഔട്ട്വേർഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 40 mm. അപ്പം 14ന്റെ എ എങ്ങനെയാണ്, നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. ഓക്കെ, നൈഫ് എഡ്ജ് ഫോളോവർ. തീറ്റ ഓ എന്ന് പറയുന്നത് 120 ഡിഗ്രി. സ്ട്രോക്ക് എത്ര വരും, സ്ട്രോക്ക് ആണ് 40 mm. തീറ്റ ഓ വന്നിട്ട് SHM വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12. തീറ്റ ഡി എന്ന് പറയുന്നത് 30 ഡിഗ്രി. തീറ്റ ആർ പറയുന്നത് 120 ഡിഗ്രി. എങ്ങനെയാണ്, യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ഓക്കെ അല്ലേ. ബാക്കി ഡെൽ എന്ന് പറയുന്നത് അവർ അതും കൂടെ തന്നിട്ടുണ്ട് 90 ഡിഗ്രി. അതില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് അല്ലേ, എല്ലാം ഉണ്ടല്ലോ. ശരി, ഇനി ക്യാം വരയ്ക്കാൻ അവർ എന്നാ പറഞ്ഞിരിക്കുന്നത്, മിനിമം റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 50 mm. അപ്പോൾ 5 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. പിന്നെ ഡ്രോ ദ പ്രൊഫൈൽ ആക്സിസ് ഓഫ് ദ ഫോളോവർ ഇസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഉണ്ട്, അപ്പോൾ ഓഫ്സെറ്റ് സർക്കിളും കൂടെ വരച്ച് ടാൻജൻഷ്യലായിട്ട് വേണം വരയ്ക്കാൻ. എത്ര mm ആണ്, 20 mm. ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ടു റൈറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. കഴിഞ്ഞ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇനി ഒന്നും കൂടെ വരയ്ക്കേണ്ടതില്ല. ഫസ്റ്റ് 5 സെന്റിമീറ്റർ എടുത്തൊരു സർക്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം ഓഫ്സെറ്റ് 20 മീറ്റർ എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ എടുത്തൊരു സർക്കിൾ വരച്ചിട്ട് OA എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം ടു ദ റൈറ്റ് ആണ്. ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും. നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. റോളർ ആണെങ്കിൽ ഒന്നും കൂടെ വരയ്ക്കായിരുന്നു. ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അതിനെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെ OA ആയിട്ട് എടുത്ത് ഇതിനെ വെച്ചിട്ട് എന്താണെന്ന് ചെയ്യുക, ആംഗിൾ മെഷർ ചെയ്യുക. ആംഗിൾ മെഷർ ചെയ്തതിന് ശേഷം വരച്ച് ബാക്കി നമ്മളും ചെയ്യുക. അത് കഴിഞ്ഞൊക്കെ ചെയ്ത പോലെ തന്നെ. വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. വീഡിയോ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പെട്ടെന്ന് സമയത്തിന് ചെയ്യാവുന്നേ ഉള്ളൂ. ശരി, ഇനിയിപ്പം ഫസ്റ്റ് മോഡ്യൂൾ നോക്കാം. ക്രാങ്ക് ഓഫ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 300 RPM. ദ ക്രാങ്ക് ഇസ് 150 mm ആൻഡ് ദ കണക്ടിംഗ് റോഡ് 600 mm. ഇത് വന്നിട്ട് ഓർ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ലീനിയർ വെലോസിറ്റി ആൻഡ് അസലറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി ഉള്ളതാണ് പഠിച്ചിരിക്കുന്നത്. ഇത് ഓർ ബി ആണ്. നമ്മൾ പഠിച്ചത് ഓർ എ. ശരി, ഇനിയിപ്പം സപ്പോസ് അതിനകത്ത് ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ കപ്ലർ കർവ്സ്, ഡ്രോ എ ഫ്യൂ കപ്ലർ കർവ് ഷേപ്സ്. ഇത് വന്നിട്ട് നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യുന്നതിനോട് പറഞ്ഞതാണ്. അതിന് വേണ്ട 2 ഫോട്ടോ, കപ്ലർ കർവ് എന്താണ്, പിന്നെ അതിൻ്റെ ഫ്യൂ കപ്ലർ കർവ് ഷേപ്സ്, അതും ഞാൻ വന്നിട്ട് ഡ്രൈവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഞാൻ നെയിമിംഗ് എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നോക്കിയാൽ തന്നെ മതി. ഡിസ്ക്രിപ്ഷനിലെല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ 12A, അതായത് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എന്തോന്നുണ്ടെങ്കിൽ ആ കൊമ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തോന്നാണ്, ഇൻവെർഷൻസ് ഓഫ് എ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വേണ്ട നെസറി PDFs കാര്യങ്ങളും മെറ്റീരിയൽസ് എല്ലാം ഡ്രൈവിൽ അറ്റാച്ച് ചെയ്തിട്ടാണ്, നോക്കിയാൽ മതി. ഇനി ബി എന്തോന്നാണ്, എന്തോന്ന് ബി, 12ന്റെ ബി, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ 4-bar മെക്കാനിസം ഓഫ് സ്യൂട്ടബിൾ ഡയമെൻഷൻ ഓഫ് യുവർ ചോയ്സ് ഷോ ദ 3 types ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 4-bar എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇഷ്ടമുള്ള ഡയമെൻഷൻ എടുത്ത് ഒരു 4-bar മെക്കാനിസം വരയ്ക്കുക. ഷോ ദ 3 types ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. അപ്പം ഇതിൻ്റെ അകത്ത് 1, 2, 3, 4 അല്ലേ. അപ്പം ആദ്യം എന്തെന്ന് ചെയ്യുക, നമ്പർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കൊടുക്കുക. എന്നിട്ട് n = 4 കൊടുത്തു. n × n-1/2 എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ 6 എന്ന് പറഞ്ഞ് കിട്ടും. എന്നിട്ട് നെയിമിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നെയിമിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതൊന്ന് 1, 2, 3, 4 ഇട്ടിട്ട് മറ്റേ രീതിയിൽ എഴുതുക. എന്തൊന്ന് 1, 2, 2, 3, 3, 4 എഴുതുക. 1, 3, 2, 4 പിന്നെ 1, 4 എന്ന് പറഞ്ഞ് എഴുതുക. ഇത് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്ക് പടപടാന്ന് വരും. ഇതൊക്കെ ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവരുടെ നമ്മൾ ആലോചിക്കും ഇങ്ങനെയാണോ നമ്പർ എന്നൊക്കെ പറഞ്ഞു. ശരി, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിത് 1, 2 അറിയാം, I12, ഇത് 2, 3 ആണെന്നറിയാം, I23, ഇത് I3, 4. എപ്പോഴും ചെറുത് എഴുതി വലുത് എഴുതുക. I14 ആണെന്ന് പറഞ്ഞാൽ അറിയാം. ഓക്കെ അല്ലേ. അപ്പം 1, 2, 2, 3, 3, 4, 1, 4 ഇതിനെ കണ്ടുപിടിക്കേണ്ടത് 1, 3, 2, 4 ആണ്. ഇനിയിപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെയിം ദ 3 types ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു, ഫിക്സഡ് ഉണ്ട്, ഇത് ഫിക്സഡ് ആണ്. ഈ ഒരു ലിങ്ക് ഫിക്സഡ് ആണല്ലോ, ABCD ആണെങ്കിൽ ഫിക്സഡ് ഉണ്ട്. പിന്നെ പെർമനൻറ്റ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉണ്ട്. പിന്നെ നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ്. ഇത് നമ്മൾ പറഞ്ഞതാ, ഇത് പഠിപ്പിക്കുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഇതിനകത്ത് ഫിക്സഡ് ആയിട്ട്, അപ്പം അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഫിക്സഡ് ആണെങ്കിൽ അതിനെ ഫിക്സഡ് ആയിട്ട് കൂട്ടും. ഇതിൻ്റെ അകത്ത് I12 എന്ന് പറയുന്ന സംഭവം ഫിക്സഡാണ്. കാരണം ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ലിങ്ക് ഉള്ളതിൻ്റെ അകത്ത് ഒരെണ്ണം ഫിക്സഡ് ആണ്. അപ്പോൾ അത് അങ്ങനെ വരും. ഇനി അടുത്തത് I23 എന്ന് പറയുമ്പം ഇത് ഫിക്സഡ് ആണോ? അല്ല. ഇത് ഫിക്സഡ് ആണോ? അല്ല. അപ്പോൾ ഇത് പെർമനൻ്റ് ആണ്. അപ്പോൾ ഇത് ഏതിൽ വരും? I23 പെർമനൻറ്റിൽ വരും. ഇനി I34 അതും ഇതുപോലെ തന്നെ, രണ്ടും ഫിക്സഡ് അല്ല. അപ്പോൾ അത് എന്തോന്നായിട്ട് വരും? I34 പെർമനൻറ്റിൽ വരും. ഇനി അടുത്തത് 14 എന്ന് പറയുമ്പോൾ ഇതൊന്നും ചേരുന്ന പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ഫിക്സഡ്, അപ്പം I14 ഫിക്സഡ് ആണ്. ഇനിയിപ്പം ഇത് രണ്ടും അല്ലാത്ത ഏതാണ്? 13 24 അതാണ് നെയ്തർ ഫിക്സഡ് നോർ പെർമനൻറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. വരയ്ക്കാൻ എങ്ങനെയാണെന്നറിയാലോ. റൺഹോൾഡ് കാനഡീസ് തിയറം വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സർക്കിൾ വരയ്ക്കുന്നു. 1 2 3 4 കൊടുത്തിട്ട് ഇതും കൂടെ ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് മറ്റേതും കൂടെ 4 ബാറിലെന്ന് സത്യം പറഞ്ഞാൽ എളുപ്പം, വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വരയ്ക്കാം. ഇങ്ങനെ സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡയമെൻഷൻ നോക്കി വെച്ചിട്ട് പോവുക. അതായത് നിങ്ങൾ വലിയ കൂടിയ ഡയമെൻഷനൊക്കെ എടുക്കുന്നെങ്കിൽ, അത് ഭയങ്കര നീളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് വളരെ ചെറിയ ഒരു ഡയമെൻഷൻസ് എടുത്ത് വരയ്ക്കാൻ നോക്കുക. അപ്പം സപ്പോസ് ഇപ്പം ഇങ്ങനെ നീണ്ടു പോയാലും ഇവിടെയൊക്കെ വരെ വരത്തുള്ളൂ, ഒരു പേജിൻ്റെ അകത്ത് നിൽക്കും. ഓക്കെ, ഈ AB എന്ന് പറഞ്ഞ് എടുക്കുന്നതൊക്കെ ഒരു 1.5 സെൻറ്റിമീറ്റർ, ഇവിടെയാണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എടുത്ത്, ആംഗിൾ ആണെങ്കിലും ഒരു പക്വത്തിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടി വരയ്ക്കാൻ നേരത്ത്, ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടി വരയ്ക്കാൻ നേരത്ത്, ഇതിനിങ്ങനെ നീട്ടി വരയ്ക്കാൻ നേരത്ത് ഇവിടെ കിട്ടും. മറ്റേതാണെങ്കിൽ പേജിൻ്റെ പുറത്തേക്ക് പോകുന്ന പോലെ ആയിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത് മണ്ടയ്ക്ക് കിട്ടുന്നത് അങ്ങനെ. അപ്പം വളരെ ചെറിയ ഡയമെൻഷൻസ് എടുത്ത് വരയ്ക്കാൻ നോക്കുക. അപ്പം അങ്ങനെ വരച്ച് I13 മാർക്ക് ചെയ്യുക, I24 കൂടെ മാർക്ക് ചെയ്യുക. ഓക്കെ, I24 ഇവിടെ കിട്ടുന്നെങ്കിൽ I24 ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പം അത് എന്നിട്ട് ഈ ഒരു രീതിയും കൂടെ ഇതും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത്രേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രേ ഉള്ളൂ. ഡിസംബർ 2023 സിമ്പിളാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ ഡയറക്റ്റൊക്കെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ കൺഫ്യൂഷനോ കോംപ്ലിക്കേഷനോ ഒന്നുമില്ല. പഠിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സമയത്തിനുള്ളിൽ ചെയ്യാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു.